CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്ക് നേരെ ജാതി അധിക്ഷേപമെന്ന പരാതിയിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് CPIM. ഓഫീസ് സെക്രട്ടറി രമ്യ ബാലന്റെ പരാതിയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബിനൽകുമാർ, ഫ്രാൻസിസ് വി ആന്റണി, CN രാജേഷ് എന്നിവരടങ്ങിയ 3-അംഗ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തും. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, രമ്യ ബാലൻ രാജിക്കൊരുങ്ങിയ എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിയുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയ പശ്ചാത്തലത്തിലാണോ നേരത്തെ പറഞ്ഞു തീർക്കാൻ പറഞ്ഞ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചത്? CPIM പത്തനംതിട്ട തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള രമ്യ ബാലന് നേരെ ജാതി അധിക്ഷേപമുണ്ടായി എന്ന പരാതി ഉയർന്നിരുന്നത്. രമ്യ ബാലൻ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയം പാർട്ടി പരിഗണിച്ചില്ല എന്നൊരു പരാതി പൊതുവെ ഉയർന്നിരുന്നു. ഇന്നലെ തിരുവല്ല CPIM ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം രമ്യ ബാലൻ അറിയിച്ചിരുന്നത് അവിടെ ഈ ഒരു വിഷയം ഒത്തുതീർപ്പാക്കുന്നുള്ള ഒരു ശ്രമവും നടന്നില്ല. അതുകൊണ്ട് പാർട്ടി തനിക്ക് നൽകിയ സ്ഥാനമാനങ്ങൾ രാജിവെക്കാൻ പോവുകയാണ് എന്നായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ലഭ്യമാകുന്ന വിവരം അവിടെ ഈ ഒരു പ്രശ്നം അന്വേഷിക്കുന്നതിനായി, പരാതി അന്വേഷിക്കുന്നതിനായി അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. 3-അംഗ അന്വേഷണ കമ്മീഷനെയാണ് പാർട്ടി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ജാതി അധിക്ഷേപ വിഷയം കൃത്യമായും ഈ 3-അംഗ കമ്മീഷൻ അന്വേഷിക്കും. അതിനുശേഷമായിരിക്കും നടപടി വേണമോ വേണ്ടയോ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുക. രമ്യ ബാലൻ ഓഫീസ് സെക്രട്ടറി മാത്രമല്ല, മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിത്വം കൂടി വഹിക്കുന്ന ആളാണ്. മറ്റൊരു മഹിളാ അസോസിയേഷന്റെ നേതാവിനെതിരെയാണ് രമ്യ ബാലൻ പരാതി നൽകിയിരുന്നത്. അപ്പോൾ ആ പരാതി കൃത്യമായും അന്വേഷിക്കണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രമ്യ ബാലൻ. ഇപ്പോൾ ഏതായാലും പാർട്ടി ഇപ്പോൾ 3-അംഗ കമ്മീഷനെ വെച്ചുകൊണ്ട്, അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പോവുകയാണ്. സുജയ. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പത്തനംതിട്ടയിൽ നിന്ന്.